പണ്ട് കൊച്ചി രാജാക്കന്മാര് ആയുധങ്ങൾ ഒളിപ്പിച്ചിരുന്ന ഒരു ഗുഹയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവരിങ്ങനെ ആയുധങ്ങൾ ഒളിപ്പിക്കാനുള്ള പ്രധാന കാരണം സാമൂതിരിയെ പേടിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ടിപ്പു സുൽത്താനെയും. കൊച്ചിയേക്കാളും വലിയ ശക്തമായ രാജ്യങ്ങളായിരുന്നു മൈസൂരും അതുപോലെ കോഴിക്കോടും. കൊച്ചി രാജ്യത്തിന്റെ ശരിക്കും പറഞ്ഞ ആസ്ഥാനം പൊന്നാനിക്കടുത്തുള്ള പെരുമ്പടപ്പിലായിരുന്നു. അവര് ഈ സാമൂതിരിയെയും മറ്റുള്ള രാജാക്കന്മാരെ പേടിച്ചിട്ട് പിന്നെ കൊടുങ്ങല്ലൂർക്ക് മാറി. കൊടുങ്ങല്ലൂര് വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ അവിടെന്നും മാറി തൃപ്പൂണിത്തുറയിലെത്തി. ഏത് സമയം കൊച്ചി ആക്രമിക്കപ്പെടാം എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. യുദ്ധം എന്തെങ്കിലും ഉണ്ടായി അതിൽ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേക്കൊക്കെ രക്ഷപ്പെടണം. അപ്പോൾ കാട്ടിൽ താമസിക്കുമ്പോൾ ആയുധങ്ങളൊക്കെ വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗുഹയിൽ ഇതൊക്കെ ഒളിപ്പിച്ചിരുന്നത്. ഈ ഗുഹയുടെ പേര് കൊച്ചരിക്കൽ ഗുഹ. ഇത് പിറവത്തിനടുത്ത് പാമ്പാക്കുടയില്ലേ, അതിനടുത്തുള്ള പ്രദേശമാണ്. പണ്ട് കാലത്ത് ബുദ്ധന്മാരും ജൈനമതക്കാരും അതുപോലെ തന്നെ രാജാക്കന്മാരും ഒളിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ മാറി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ നീരുറവുകളൊക്കെ ഉണ്ടാവും. ഇത് ശുദ്ധമായ ജലമാണ്, നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം. ഞാൻ കുറച്ച് കുടിച്ചു നോക്കി. ഈ വെള്ളം ഒഴുകിച്ചെല്ലുന്നത് ഇവിടുത്തെ ഒരു കുളത്തിലേക്കാണ്. അത് ശരിക്കും തെളിനീരുള്ള വെള്ളമായിരുന്നു. പക്ഷെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ അതിലിങ്ങനെ ചാടി കുളിച്ചു മറിഞ്ഞ് അത് കലക്കവെള്ളമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ഉറവകൾ ഈ മലമ്പ്രദേശത്തുണ്ട്. ഇതൊക്കെ ചെല്ലുന്നത് ഈ കാണുന്ന അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. നമ്മൾ കൊച്ചരിക്കൽ ഗുഹ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ അരീക്കൽ വെള്ളച്ചാട്ടവും കാണാം എന്നത് ഒരു പ്ലസ് പോയിന്റ് ആണ്.